ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കടയുടെ റെസിപ്പി കാണാം. അടയുണ്ടാക്കാനായിട്ട് വാഴയില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചക്ക മുറിച്ചെടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ചുള പറിച്ചെടുക്കാം. അങ്ങനെ പറിച്ചെടുത്ത 20 ചുളകളാണിത്. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് നൈസ് വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് വെളുത്തവിലോ ചുവന്നവിലോ എടുക്കാം. 1/2 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തന്നെ സാധാരണ വെള്ളം നോർമൽ വാട്ടർ ഒഴിച്ചെടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ ഏലക്കാപ്പൊടി, ഏലക്കയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മിക്സി ജാറിൽ തന്നെ പണികളെല്ലാം അവസാനിപ്പിക്കാം. 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ഇട്ടിട്ട് ഇതിൽ വെച്ചിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂണിൻ്റെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു. ഇത് നമുക്ക് നല്ലോണം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ തടവി കൊടുത്ത ഒരു ഇഡ്ഡലി തട്ടിലേക്കാണ് നമ്മൾ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോണത്. ഇതുപോലെ കനം കുറച്ചിട്ട് പരത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റോളമൊക്കെ ഒന്ന് സ്റ്റീമറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായി സ്റ്റീമറിലിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറുള്ള ഒരു അട, ഈസി ആയിട്ടുള്ള ഇലയില്ലാത്ത ഒരു ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.